നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. യൂഷ്വലി ജോയ് പാസ്റ്റർ പോകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് മെസ്സേജ് എടുത്തിട്ട് മലയാളത്തിനൊരു ട്രാൻസ്ലേഷനോട് വെച്ചാണ് ചെയ്യുന്നത്. സോ 2 മെസ്സേജും എല്ലാവർക്കും യങ്സ്റ്റേഴ്സിനും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇന്നത് കഴിയുന്നില്ല. Because of the time also, usually when I preach the English message, I stop a little earlier and there's time for translation as well. So I'm going to try to juggle and hope, you guys will keep track. I will try, പക്ഷേ ചിലപ്പം ഉത്സാഹം കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഷ കൂടി പോകും. But let's try. വളരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്ക്, അതിനോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ വചനത്തിൽ നിന്ന് പറയാനായിട്ടാണ് ഇന്നെനിക്ക് നിയോഗം. അത് ഇന്നുകൊണ്ട് തീരുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ചിലപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് എടുക്കേണ്ടി വരും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളൊന്ന് വായിക്കാം. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. വണ്ടർഫുൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ സുവിശേഷത്തെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഈ മലയാളം മെസ്സേജിൽ കൃപയെ പറ്റി ഒരു അല്പനേരം സംസാരിക്കാനായിട്ടാണ് എനിക്ക് നിയോഗം. Because we hear about grace, we talk about grace a lot. Yes, grace is there in our songs, grace is there when we talk. But the thing is, if you notice this, Matthew and Mark, Markosum Mathayum, അവരുടെ സുവിശേഷങ്ങൾ എഴുതുമ്പോൾ കൃപ എന്നൊരു വാക്കേ എഴുതിയിട്ടില്ല. യോഹന്നാൻ അപ്പോസ്തലൻ, സ്നാപകനല്ല, അപ്പോസ്തലൻ അവിടുത്തെ ദൈവത്തിൻ്റെ കൃപയെ പറ്റി എഴുതുമ്പോൾ ഈ 2 വാക്യങ്ങൾ ഒഴികെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൃപയെ പറ്റി ഒരു പരാമർശവും ഇല്ല. സോ ബേസിക്കലി നമുക്ക് വളരെ പരിചയം ഉള്ള വാക്കാണെങ്കിലും ഈ വാക്ക് സുവിശേഷകന്മാർക്ക്, മത്തായിക്ക്, മർക്കോസിന്, യോഹന്നാന് വളരെ വിരളമായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ ആ വാക്ക് കാണുകയുള്ളൂ. നമ്മൾക്ക് പരിചയമുള്ള സുവിശേഷം കൃപയെ പറ്റിയുള്ള understanding, the way we understand grace, it's mostly a Pauline understanding. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലും പ്രയോഗങ്ങളിലും ഒക്കെയാണ് നമ്മൾ കൃപയെ പറ്റി അധികം മനസ്സിലാവുന്നത്. കാരണം കൃപ എന്ന ആ പ്രയോഗം അധികം സുവിശേഷകന്മാർ ഉപയോഗിക്കുന്നില്ല, ജനറൽ എപ്പിസിൽസിലും അത്ര അധികമില്ല. സോ ഇറ്റ്സ് മോസ്റ്റ്ലി എ Pauline thought that we know. And പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് what is grace? Joel, what is grace? ജോലിൻ്റെ അടുത്തിരിക്കുന്നവരുടെ ഒക്കെ മുഖം മാറി. ഇനി അടുത്ത് ഞങ്ങളുടെ മുകളിലോട്ടാണല്ലോ. പറഞ്ഞാട്ടെ, വാട്ട് ഈസ് ഗ്രേസ്? Or any of you can. I mean, you guys do everything, like as a group. So go ahead, Rezin, you're Googling it. Go on. Okay. They're volunteering each other. Nikki, you want to have a go? Nikki, where you? Papa, പുറകിൽ ഇരിപ്പുണ്ട്. പാസ്റ്റർ എന്നെ എന്തിനാ വിളിച്ചു? Something well deserved? Getting something we don't deserve. Yes? Undeserved, unmerited favor. നമുക്ക് അർഹതയില്ലാത്ത പ്രസാദം എന്നതാണ് പൊതുവെ നമ്മൾ പറയുന്നതും പഠിപ്പിക്കുന്നതും. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കൃപ എന്ന് പറയുന്നത് അത് ഒരു കാര്യം മാത്രമല്ല. അത് ചെയ്യുന്നത്, അത് സാധിക്കുന്നത് ഒരു കാര്യം മാത്രമല്ല. അത് ഒരു ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയത്തില്ലേ? ഇറ്റ് ഈസ് മൾട്ടി ഫേസറ്റഡ്. ഇറ്റ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഇറ്റ്സ് നോട്ട് എ monotonous thing. But somehow in our head we think of grace, unmerited favor. We got saved, blah blah blah, finished. But that is not grace. It's so complex. നമുക്ക് സിമ്പിൾ ഓർഗാനിസംസ് എന്ന് പറയുന്ന അമീബ, ഇറ്റ്സ് എ സിംഗിൾ സെല്ലുലർ ഓർഗാനിസം. പക്ഷേ അമീബയെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒത്തിരി സാധനങ്ങൾ അതിനകത്തുണ്ട്. ഇത് ഓടുന്നത് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ജീവനുണ്ട് ആ ജീവിക്ക്, ഒരു കോശം മാത്രമാണത്. അപ്പം ഈ ദൈവം സൃഷ്ടിച്ചാക്കിയ ഈ ലോകം തന്നെ ഇത്രയ്ക്ക് കോംപ്ലക്സ് ആണെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് അല്ല, കോംപ്ലക്സ് ആണെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എത്ര അധികം കോംപ്ലക്സ് ആയിരിക്കും. But somehow we like, how do I say? It's not simplicity. It is, we like to make it, we just like the simple parts of things.
നമുക്കതാണ് ഇഷ്ടം. സിമ്പിളായിട്ട് നമുക്ക് പിടിക്കാൻ ഒക്കുന്ന ഒരു കച്ചിത്തുരുമ്പ് വല്ലതും കിട്ടി നമ്മൾ ഗ്ലോറി പറഞ്ഞ് മടങ്ങിപ്പോകുന്നു. പക്ഷേ ദൈവത്തെ അറിയാനല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ അവസരം നൽകിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവസാനം യേശു സ്വർഗത്തിൽ കയറ്റാത്ത കുറച്ച് ആൾക്കാർ, അവരോട് യേശു പറയുന്നത് എന്നാണെന്നറിയാം? ഐ നെവർ ന്യൂ യു, യു ഡിഡ് നോട്ട് ഒബേ മീ എന്നല്ല പറയുന്നത്. നമ്മൾ തമ്മിലൊരു നോയിങ് റിലേഷൻഷിപ്പ് ഇല്ല. ദൈവത്തെ അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ കൃപയെ അറിയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കൃപ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല. ഗ്രേസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ പെർവ്യൂ ഓഫ് സാൽവിഫിക് ആക്ഷൻ ഫ്രം ഗോഡ്സ് എൻഡ്. Grace is multifaceted. Tell someone, grace is multifaceted. Wonderful. 1 Peter chapter 4 verse number 10. ഞാൻ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, തിരുവെഴുത്തും കൂടെ അത് പറയണ്ടേ. 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യം. ആ ജോക്ക് പിന്നെ ഷെയർ ചെയ്യണേ. 1 Peter chapter 4 verse number 10. വായിച്ചാട്ടെ പെട്ടെന്ന്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ, ഒരു സാധനമല്ല, വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഓ വണ്ടർഫുൾ. ഇംഗ്ലീഷിൽ പറയുന്നത് as good stewards of the manifold grace of God. ആംപ്ലിഫൈഡിൽ വായിച്ചു കഴിഞ്ഞാൽ പറയുന്നത് the multifaceted grace of God. The grace of God does things. അപ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ കൃപയെന്ന് പറയുന്നത് ഉള്ള ഒരു സാധനം അത്ര തന്നെ. ദൈവത്തിന് നമ്മളോട് കൃപയുണ്ട്, എൻഡ് ഓഫ് സ്റ്റോറി. ഓ ഹല്ലേലൂയ. എന്നാൽ ഗ്രേസിന് ചെയ്യാൻ ഒക്കുന്ന പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഗ്രേസ് ക്യാൻ ഡു തിങ്സ് ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഡസൻറ്റ് എൻഡ് വിത്ത് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയോടെ അത് തീരുന്ന ഒരു സാധനമല്ല. അതിൻ്റെ പ്രവൃത്തി എന്നെ രക്ഷിച്ചു കഴിഞ്ഞു, കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞു. No. Grace is multifaceted. It does a lot of things. ഈവൻ പൗലോസിന്റെ ഐഡിയയിൽ പോലും രക്ഷിക്കുന്നത് മാത്രമല്ല കൃപയുടെ ജോലി. കൃപയ്ക്ക് പല പല കാര്യങ്ങൾ സാധിക്കും. ഒരു തെങ്ങ് നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഇനി ട്രോള് ചെയ്ത് കളയല്ലേ കൃപ തെങ്ങാണെന്ന് പാസ്റ്റർ പറഞ്ഞത്. പക്ഷെ ഒരു തെങ്ങ് എടുത്തു നോക്കിയാൽ തെങ്ങിന് തേങ്ങയുണ്ട്, ശരിയല്ലേ? നാളികേരത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പറഞ്ഞേ, ഞാൻ താഴോട്ട് ഇറങ്ങാം. പറഞ്ഞേ, തെങ്ങിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പറഞ്ഞേ, നിങ്ങളെ ഒന്ന് ഉണർത്തണ്ടേ, എന്നിട്ട് വേണ്ടേ മേളിൽ കയറി പോവാൻ. ഓയിൽ കിട്ടും. ഫസ്റ്റ് ഓയിൽ തന്നെ പോയത്. കോക്കനട്ട് ഓയിൽ. പിന്നെ കരിക്ക് കുടിക്കാം. വെരി ഗുഡ്. പിന്നെ ഏതാ? തേങ്ങാക്കൊത്തോ? ഓക്കെ, കറിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ തേങ്ങാ വെള്ളം. അത് റിജോ ഡോക്ടർ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടുന്ന് അനക്കമില്ലല്ലോ. ഏതാ? ചകിരി കിട്ടും. പിന്നെ കോക്കനട്ട് ഷെല്ലുണ്ട്. ഏതാ? അത് ഞാൻ മൈക്കിൽ കൂടെ പറയുന്നില്ല. forefathers built houses, right? എനിക്കിന്നും ഓർമ്മയുണ്ട്, ഈ തീ കത്തിക്കാം, ഫയർവുഡ്. ചൂട്ട് കത്തിച്ചുകൊണ്ട് പോയി യോഗങ്ങൾക്ക്. ഓലയുടെ റൈറ്റ്. പിന്നെ ഓയില്. പശുവിനെ കെട്ടാൻ കയറൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ചിരട്ടപ്പുട്ട്. സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ അവിടെ ഇരുന്ന് കേൾക്കാം ആദ്യം. സീരിയസ്ലി, എത്ര അധികം ഉപയോഗങ്ങളല്ലേ? നിങ്ങൾ എന്തെല്ലാം ഉപയോഗങ്ങൾ പറഞ്ഞു. എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാനും വല്ലതും പറയണ്ടേ? നിങ്ങളെല്ലാം പറഞ്ഞു കളഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ നാക്ക് പഠിക്കാൻ, കണ്ടിട്ടില്ലേ? ചൂലുണ്ടാക്കാൻ. പക്ഷെ ഇതെല്ലാം പല പല ഉപയോഗങ്ങളല്ലേ, പല പല കാര്യങ്ങളല്ലേ ഇത്? These are all different things obtained from different parts of the coconut tree. Yes? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു every part of the coconut tree has some use or the other. അല്ലേ? അതുപോലൊരു സാധനമാണ് കൃപ. അതുപോലെ എന്ന് പറയുമ്പോൾ അതുപോലെയല്ല,
അതിനേക്കാൾ ഒത്തിരി വലുതാ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ബഹു കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മൾട്ടി ഫാസറ്റഡ് എംപവർമെൻറ്റ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇൻഫാക്ട് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഹൗ ഡു യു ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ്? ഇതിൽ മേ ദ ഫോഴ്സ് ബി സ്ട്രോങ് എന്ന് പറയുന്നതിനോട്ട് ഇത് സ്റ്റാർ വാർസിൻ്റെ കാര്യമാണോ? എന്താണ് ഈ വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ ഇറ്റ് സേസ് ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ്? ബിക്കോസ് ഗ്രേസ് ഇൻ ഹെലനിസ്റ്റിക് ഗ്രീക്ക് ഓൾസോ മെന്റ് പവർ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 2:1 എടുത്തു നോക്കി. 2 Timothy chapter 2 verse 1. എൻ്റെ മകനെ ക്രിസ്തുയേശു, വളരെ ശക്തമായിട്ട് 2 പേര് വായിച്ചു. ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക. ഈ കൃപ എന്ന് പറയുമ്പോൾ അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട്, ഇതൊക്കെയാണ് നമ്മൾ വളരെ സോഫ്റ്റും സ്വീറ്റും ക്യൂട്ടും ആയിട്ട് സാധനം. നോ, ഗ്രേസ് ഓൾസോ ഇംപ്ലൈസ് എംപവർമെന്റ്. So he's saying, take advantage of this opportunity that grace is giving you. It's giving you power. So take that power. എൻ്റെ കൂടെ ഉണ്ടോ? കാരണം ഈ തിമോത്തിയോസിനൊരു കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പൗലോസിൻ്റെ കീഴിലൊക്കെ വളർന്ന ഈ വലിയ മനുഷ്യരുടെ നിഴലിൽ വളരുന്നവർ ചിലപ്പോൾ ഇച്ചിരി ഇൻറ്റിമിഡേറ്റഡ് ആയിപ്പോൾ. അപ്പോൾ അവർക്ക് അത്ര അങ്ങോട്ട് കോൺഫിഡൻസ്, അയ്യോ ആ മനുഷ്യൻ, അതുപോലെ ഈ പൗലോസിന്റെ പുത്രനൊക്കെ ആണല്ലോ. അപ്പം ഈ തിമോത്തിയോസ് ഇച്ചിരി ടിമിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സെയിം ലേഖനത്തിൽ 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് നോക്കിയേ. അദ്ദേഹത്തെ എൻകറേജ് ചെയ്ത് പൗലോസ് പറയെ, Paul is saying in chapter 1 verse 7, God has not given us a spirit of timidity but of power. വായിച്ചേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പൊ തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ മകനെ, ഇങ്ങനെ ടിമിഡായിരിക്കല്ലേ. ആൾക്കാരൊക്കെ കണ്ണുരുട്ടി കാണിക്കുമ്പോഴത്തേക്ക് പേടിച്ച് മെസ്സേജ് ഒക്കെ ചുരുക്കരുത്. സ്വത്രം ധൈര്യമായിട്ട് നിൽക്കണം. കാരണം കൃപ പവർ തരുന്നതാണ്. ഓ ഹല്ലേലൂയ. കൃപ ധൈര്യം തരുന്നതാണ്. ഇത് പൗലോസ് വെറുതെ പറയല്ലേ. Paul is not saying this in a vacuum. ഈ പറയുന്ന പോലെ ഈ വല്ലോർക്കും പ്രശ്നം വരുമ്പം വളരെ ഈസിയാ പറയാൻ. എൻ്റെ ലൈഫിൽ ആ പ്രോബ്ലം വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാര്, പിന്നെ അസുഖമാണെന്ന്, അതൊക്കെ അങ്ങോട്ട് നേരിടണം, കൂടി പോയാൽ ചത്തു അത്രയല്ലേ ഉള്ളൂ എന്ന്. അവർക്ക് പണിയായപ്പോൾ അവർ പറയാൻ തുടങ്ങി, അയ്യോ എന്നാലും വയ്യേ, പ്രാർത്ഥിക്കണേ. എന്താ കാര്യം? പക്ഷെ പൗലോസ് അങ്ങനെയല്ല. പൗലോസിന്റെ ലൈഫിൽ Paul is not like that. Paul in his own life has experienced grace as power. Grace is empowerment. If you will come, Romans 15 verse 15, Paul is saying, I am bold because of grace. Romans 15 verse 15. റോമാലേഖനം 15:15 പെട്ടെന്ന് വായിച്ചേ. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അതിധൈര്യമായി എഴുതിയിരിക്കുന്നു. ഒന്നാമത് ഇവർക്ക് കുഴപ്പമുണ്ട്. പൗലോസിന് അങ്ങനെ പ്രസംഗിക്കാൻ പോരാ. പുള്ളിക്ക് സമയം കൊടുക്കണ്ട. പുള്ളി പ്രസംഗിച്ചാൽ ശരിയാകത്തില്ല. പുള്ളി അങ്ങോട്ട് ഇളക്കത്തില്ല. പുള്ളി എഴുതുമ്പോൾ അങ്ങ് വലിയ എഴുത്താ. ഇത് വാക്യങ്ങളുള്ളതാ കേട്ടോ. ഭയങ്കര ഖനമുള്ള എഴുത്താ പുള്ളിക്ക്. Paul writes big things, but his speech is contemptible. It's a verse. His speech is contemptible. പുള്ളിയെ ലാസ്റ്റ് ദിവസം വെക്കണ്ട. ശരിയാ, പുള്ളിയെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഒരു 15 മിനിറ്റ് പ്രസംഗിക്കാൻ കൊടുത്താൽ മതി. ഈ പറയുന്നവരോട് അതിധൈര്യമായി ഞാൻ അങ്ങ് എഴുതിയെന്ന്. എന്താ കാരണം എന്നറിയോ? പൗലോസിന് ഭയങ്കര വാഗ്മി ആയതുകൊണ്ടല്ല. അവൻ പ്രസംഗിക്കുമ്പോ ഇച്ചിരി പേടിയും കണ്ണുനീരും വിറയലും ഒക്കെ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഉണ്ടല്ലോ, the grace makes me powerful. It empowers me to speak things that I otherwise would not dare. Let me ask you, are you afraid when you go to work to share the gospel? You heard from Bryce today. പേടി തോന്നിയിട്ടുണ്ടോ? അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവോ? ആൾക്കാർ വല്ലതും കംപ്ലൈൻറ്റ് ചെയ്താലും നമ്മൾ സുവിശേഷം പറഞ്ഞ. Grace makes you bold. Paul is standing in front of a king and Agrippa is saying, Paul, you're trying to make me like you.
No, King, this is not conversion. I am just explaining my part. Paul is like, no, accept these chains. I wish that you were exactly like me. I am trying to tell you the gospel. You should be converted. എവിടുന്നാ വരുന്നതെന്നറിയോ? കൃപ. Are you with me, church? Grace gives you boldness. Rubadana shadal khanasiyad. I am actually a very, very reserved kid. I was a single and only child. I wasn't a talkative person. പക്ഷെ ഇവിടെ കയറുമ്പോൾ ഇങ്ങനെ വരുന്നത് കൃപയാ. I'm not joking. He gives you grace to say things. Amen. Oh, hallelujah. In your school, in your college, where everything seems to be, among your friends, do you feel the peer pressure? Do you feel, I should also probably drink a little. What will they think of me? You know what happens when grace comes in? There's a boldness. Oh, hallelujah. And you say things that you are like, oh my God, ഞാൻ തന്നെയാണോ പറഞ്ഞേ? There was a girl, everyone was mocking her because she was still a virgin. But she was a virgin because she served the Lord. And her friends, all the girls, they were like, yeah, what's your body count? And this girl's body count is always 0. Finally, when one person was challenging her, it's because you're not good, that's why you don't have a boyfriend, that's why you're like this. She's like, listen, I'm telling you, grace makes you bold, makes you say things that you didn't even think about. You know what she said? I can become like you anytime I want, but you will never become what I am. You can never anymore. Grace makes you bold. It makes you say things that never came to your mind before. കൃപയ്ക്ക് അത് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, കൃപയ്ക്ക് പലതും സാധിക്കും. കൃപയ്ക്ക് നിങ്ങൾക്ക് കഴിവ് നൽകാൻ കഴിയും. Come with me, 1 Corinthians 3 verse 10. 1 കൊരിന്ത്യർ 3:10. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 3:10. പെട്ടെന്ന് എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള മാസ്റ്റർ ബിൽഡറായിട്ട് എന്ത് ചെയ്തു? I have laid a foundation as a master builder according to the grace. I'm telling you, grace can give you skills that you do not have. Grace can give you skills that you have not learned. I'm telling you. You come to it, you will suddenly know what to do. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫീൽഡ് പോലും അല്ല, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സഡൻലി അറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ വേദപുസ്തകത്തിൽ I'm not saying, I have a testimony. Look at Bezalel. I think I've told you this. Bezalel was a slave in Egypt. Yes or no? He was part of the Israelite group that came out of Egypt. മിസ്രൈമിൽ നിന്ന് അടിമകളായി പുറത്തു വന്ന ദൈവം പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന ആൾക്കാരിൽ ഒരാളുടെ പേരാണ് എന്തോന്ന്? ബെസലേൽ മലയിൽ മോശയുടെ കൂടെ പോയിട്ടുണ്ടോ? ഇല്ല. മോശ ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ട് വന്നത് തലയ്ക്കകത്ത് അല്ലാതെ വരച്ചോണ്ടല്ല വന്നേ. എന്നിട്ട് ഈ കൂടാരത്തിൽ, ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ കെരൂബുകളെയും ഓരോരോ സാധനങ്ങളെയും പണിയാൻ ഈ ബെസലേൽ കെരൂബിനെ കണ്ടിട്ടുണ്ടോ? ബെസലേൽ ആർട്ടിസ്റ്റ് ആണോ? എന്നിട്ട് എങ്ങനെ ബെസലേലിനെ കൊണ്ട് ഗോൾഡ് കൊണ്ട് ഈ കെരൂബുകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞു? I am telling you, God can impart skill to you that you have not learned, that you don't have genetically. He can impart it to you by grace. കൃപയ്ക്ക് നിങ്ങൾക്ക് കഴിവുകൾ സമ്മാനിക്കാൻ കഴിയും. ഓ ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വളർന്നത് ബോംബെയിലാണ്. I grew up in Bombay. I've never learned Malayalam. Appachan and Ammachi, I lost my mom when I was 10. I had to go back to Kerala. I stayed with my grandparents. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവർ മലയാളത്തിലാണ് വായിക്കുന്നത്, ഞാൻ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. I read in English the Bible for family prayer. ഞാൻ ഏത് വാക്യത്തിലാണ് വായിച്ചു നിർത്തിയെന്ന് അവർക്കറിയത്തില്ല. They can't track with me because I'm reading English. So one fine day I heard this story. My ammachi, when she got saved, she, like Bryce was saying today, she had smallpox and she was going to die, and one day someone came and prayed when Appachan was going around finding coffins, maybe, getting ready for his wife's funeral. Some, lay pastors, lay evangelists came and they prayed.
And they left. And Amaji says she saw a glorious man hanging on a cross for 45 minutes. She at that time did not know Jesus. For 45 minutes, she says, a bright light of a man hanging came into her room. 45 minutes later, her smallpox is gone. So my Appajan says, you can go and, believe in Jesus, but I won't. And then after a few days, Ammachi serves the Lord, Appajan does not. Appajan comes and Appajan sees Ammachi reading the Bible. She has not learned alphabets. Ammachi എന്താ മഴ നനയാതിരിക്കാൻ പോലും ആശാമ്പള്ളിക്കുടത്തിന്റെ തിണ്ണ കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മച്ചി വേദപുസ്തകം വായിക്കുന്നു. അപ്പച്ചൻ കറങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചടാ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടിയൊക്കെ അത്ഭുതം ചെയ്ത ദൈവമല്ലേ, എന്നാ നോക്കിക്കളയാന്ന് വെച്ച് മലയാളം ബൈബിൾ തുറന്നു. അന്ന് മുതൽ ഞാൻ മലയാളം വായിക്കുന്നുണ്ട്. I have not learned Malayalam. How do I read this? He can impart skill to you. Grace can do that. Don't keep telling people maths is too hard for me, medicine is too hard for me. Ee course ini maatandi varum. Don't say that. Grace can make you capable. Krubakku ningalku kalivu nalgan kaliyum. Asadhyamennu ningalku thonnadil sadhyada varunnathu kannu. Amen. Krubakku adu kaliyumennu ഞാൻ പറഞ്ഞല്ലോ. ധൈര്യം തരും, കഴിവ് തരും. In fact, sometimes അധ്വാനിക്കാൻ കൃപ അധ്വാനിക്കും. 1 കൊരിന്ത്യർ 15:10, വേറൊരാൾ 2 കൊരിന്ത്യർ 8:1-3. തീരത്തില്ല. But let's see quickly. വ്യർത്ഥമാക്കല്ലേ. വായിച്ചോ. ഞാൻ അവരെക്കാൾ എല്ലാം അധ്വാനിച്ചിരിക്കുന്നു, എങ്കിലും ഞാനല്ല. ഓ ഹല്ലേലൂയ. I'm telling you, നിങ്ങൾക്ക് ഇന്ന് അയ്യോ പഴയതുപോലെ ഓടാൻ ഒക്കുന്നില്ലെന്ന് പറയുന്നു. നിങ്ങൾ അധ്വാനിക്കുമ്പോൾ നിങ്ങളെ എംപവർ ചെയ്യുന്നൊരു കൃപയുണ്ട്. ഓ റബദലബസകറബദിയാറ ലേറോയാദറ ഷദൽകര. The Holy Ghost lives in this body. He can empower you into capabilities. He can give you back the health that you don't have now. ആമേൻ. ഒരു കാലത്തുണ്ടായിരുന്നു, പണ്ടത്തെ പോലെ ഒക്കത്തില്ല പാസ്റ്റർ എന്ന് പറയുന്ന ഇടത്ത് ആമേൻ ദൈവത്തിന് ഇത് പകർന്നു തരാൻ കഴിയും. ഓ ഹല്ലേലൂയ. അടുത്ത വാക്യം 2 കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം കൂടെ ഒന്ന് എടുത്ത് വായിച്ചേ പെട്ടെന്ന്. 2 Corinthians chapter 8 verse 1-3. എന്താണ് മക്കതോനിയയിലെ സഭകൾക്ക് ലഭിച്ചത്? ദൈവകൃപയാണ്. എന്താണ് കൃപയെന്ന് കേട്ടോണം. ചേട്ടാ സമ്പന്നത ഔദാര്യത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഔദാര്യം വന്ന എങ്ങനെയാണെന്നറിയോ? അതിന്റെ പേരാ കൃപ. കാരണം അവന്റെ തലയ്ക്കകത്ത് അവൻ ചിന്തിക്കുകയല്ല, അയ്യോ ഞാൻ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ എന്തായി തീരുമെന്നല്ല ചിന്തിക്കുന്നത്. അവന്റെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അവൻ ദൈവമല്ലേ നോക്കുന്നേ. അവന് കഴിയുന്നതിനും അതിന് മീതെയും കൊടുത്തതിന്റെ പേര് കൃപ എന്നാണെന്നേ. ഗ്രേസ് ബ്രിങ്സ് ജനറോസിറ്റി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്നാ, you know what the psalmist says? അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. His righteousness lasts forever. Because if you have to be that generous, there is grace in your life. Come on, talk to me, church. That is why his righteousness lasts forever. Not because money buys righteousness, but to be that generous, you have to have grace. എൻ്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം. But let me tell you something. I know in the US especially, I hear people say, ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരാൾ ചോദിച്ചു, എന്നാലും പ്രോസ്പെറിറ്റി എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ പ്രസംഗിക്കാൻ പാടില്ലല്ലോ. എന്നാൽ പിന്നെ എല്ലാം വിറ്റിട്ട് ആഫ്രിക്ക വല്ലതും പോയി മിഷൻ വർക്ക് ചെയ്യും. പ്രോസ്പെറിറ്റി ഇഷ്ടമില്ലയോ? അതപ്പോൾ ദൈവം അല്ല തരുന്നെങ്കിൽ പിശാചിൻ്റെതാണോ ഈ വാങ്ങിച്ചു വെച്ചേക്കുന്നത്?
ദൈവത്തെ മറന്ന് സമ്പന്നതയുടെ പുറകെ പോകുന്നത് പ്രശ്നമാണ്. പക്ഷേ സകല മനുഷ്യർക്കും അനുഭവിക്കാൻ വേണ്ടി എല്ലാം കൊടുക്കുന്നത് ദൈവമാണ്, പിശാചല്ല. ഓ ഹല്ലേലൂയ. കൃപ ചെയ്യുന്ന കാര്യം കേൾക്കണോ? വരൂ, കൊരിന്ത്യ ലേഖനം തന്നെ 2 Corinthians 9:8 വായിച്ചേ. What does grace do to your finances? നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി. സത്യം പറഞ്ഞ പൗലോസ് മലയാളികളെ പറ്റി ഒഴിവാക്കി എഴുതിയതാണെന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് ഒരിക്കലും തൃപ്തി വരത്തില്ല. ആ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, കൃപയെ നിൽക്കുന്നവരുടെ കാര്യം പറഞ്ഞു. വായിച്ചോ. പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തൻ ആകുന്നു. അപ്പൊ ഈ ഓൾ സഫിഷ്യൻസി ഇൻ ഓൾ തിങ്സ് വരുന്നത് എങ്ങനെയാ? സകല കൃപയും ദൈവം പെരുക്കിയാൽ എന്ത് സംഭവിക്കും? If God makes all grace abound toward you, you will have all sufficiency in all things. എല്ലാ കാര്യങ്ങളിലും you will have what? Sufficiency, and you will have more for every good work. പാസ്റ്ററെ, കഴിഞ്ഞ ആഴ്ച വന്ന ദേവദാസിനെ ഞങ്ങൾ ഓൾറെഡി സ്വത്രാഴ്ച കൊടുത്ത, ഇനിയും ഈ ആഴ്ച വന്ന ആ കൂടെ കൊടുക്കാൻ നമ്മൾ ഒരു എമൗണ്ട് അല്ലേ മാറ്റി വെക്കുന്നത്. ഫോർ എവറി ഗുഡ് വർക്ക് യു വിൽ ഹാവ് സഫിഷ്യൻസി. യു വിൽ ഹാവ് സഫിഷ്യൻസി ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. You will have no discomfort over there. God will bless you abundantly, and then you will have abundance to do everything. ഇന്ന് മിഷൻ വർക്കിന് സ്വത്രാഴ്ച വെച്ചോ, ധാരാളമായി കൊടുക്കാനുണ്ട്. അടുത്തതിന് സ്വത്രാഴ്ച വെച്ചോ, അതിനും കൊടുക്കാം. പാസ്റ്റർ, എല്ലാ ദിവസവും ഇങ്ങനെ പിരിവും സ്വത്രാഴ്ചയൊക്കെ വെച്ചാൽ അബണ്ടൻസ് ഇൻ എവറി ഗുഡ് വർക്ക്. അല്ല, എനിക്ക് ഓൾ ഗ്രേസ് വേണ്ടല്ലേ. See, this is what I'm saying. It's not just the heart. ദാരിദ്ര്യത്തിൽ ഔദാര്യം വന്ന ഹൃദയം മാത്രമല്ല കൃപ തരുന്നത്, അത് ചെയ്യാൻ നിന്റെ കയ്യും കൂടെ ദൈവം ബലപ്പെടുത്തുന്നതാണ് കൃപ. കണ്ടോ, ഇത് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഉത്സാഹം പോയി. കഴിവൊക്കെ തരുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കഴിവ് എന്തിനാ? പൈസ ഉണ്ടാക്കാനല്ലേ? Let me tell you, church, grace does a lot of things. It doesn't just save you. It can impart things to you. It can impart skill to you. It can impart financial abundance in your life. It can trigger generosity in you. It can give you boldness. It can give you words that you never thought you would say. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ കൃപ എംപവറിംഗ് ആണ്. അതിൻ്റെ എംപവർമെന്റ് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? ഈ കൃപയ്ക്ക് നമ്മൾക്ക് സാധ്യതകൾ നൽകാൻ കഴിയും. ആ കൃപ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? ആമേൻ. ഒരു ഇമ്പോസിബിലിറ്റി കണ്ട അയ്യോ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞ് പോവാണോ? അതോ കാലേബിനും യോശുവെ പോലെ ആമേൻ സാധിക്കുമെന്നേ, ദൈവം കൂടില്ലേ എന്ന് പറയുന്നവരാണോ? ആമേൻ. ഏത് പ്രോജക്റ്റ് കേട്ടാലും നെഗറ്റീവ് പറയുന്ന ആളാണോ? അതോ ഇല്ല, ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, ആമേൻ, എൻ്റെ ദൈവത്താൽ ആമേൻ ഒരു സൈന്യത്തെ ഞാൻ തുരുത്തും എന്ന് പറയുന്ന കോൺഫിഡൻസ് ഉണ്ടോ? ഓ ഹല്ലേലൂയ. This evening, this afternoon, I want to encourage you. Amen. His grace gives you that boldness. It gives you the skill to go with it, and it gives you the abundance so you can run with it. Let me tell you, church, and team, please come up. I want to tell you, God is able to make all grace abound towards you. നിങ്ങളുടെ ആയുസ്സിൻ്റെ നാളുകൾ ദൈവം അനുവദിച്ച അവസാനത്തെ ദിവസം വരെ ദൈവം ഓടാൻ നിർണയിച്ചതെല്ലാം ചെയ്തു തികയ്ക്കാൻ ഉള്ള ബലം പകരാൻ കൃപ മതി. ഓ, ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് പറയാമോ, പിശാചല്ല എൻ്റെ ചരിത്രം എഴുതുന്നത്, എൻ്റെ കഥ എഴുതുന്ന ശത്രുവല്ല. ആമേൻ. എൻ്റെ നടു പോയി എന്നും പറഞ്ഞല്ല ഞാൻ ജീവിക്കുന്നത്. ആമേൻ. കൃപയ്ക്ക് സാധിക്കും. ആമേൻ. എൻ്റെ കൈക്ക് പഴയ പോലെ സ്വാധീനമില്ല, കാർപ്പൽ ടണലാണ്, കൈക്ക് വിറയലാണ് എന്ന് ശത്രു നിന്നോട് പറയുമ്പം പറയൂ, ഇല്ല, ഗ്രേസ് ക്യാൻ ഗിവ് മീ സ്കിൽസ്, ഗ്രേസ് ക്യാൻ ഗിവ് മീ എബിലിറ്റി. ഞാൻ തമാശയല്ല പറയുന്നത്. നിങ്ങൾക്ക് തോന്നും പ്രകാശ് പാസ്റ്റർ യങ് ആണ്, പുള്ളിക്ക് അറിയത്തില്ലല്ലോ. ആമേൻ.
ബുദ്ധിമുട്ട് എന്തുവാണെന്ന്. ഐ എം ടെല്ലിങ് യു, 3 years ago I was struggling with my hand coordination. I am telling you, എൻ്റെ കണ്ണും കൈയും കൂടെ കോർഡിനേറ്റഡ് ആവത്തില്ലായിരുന്നു, ഇടയ്ക്ക് വയ്യാതായി പോയി. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ താടിയിൽ നിന്ന് വന്ന ബുദ്ധിമുട്ട്. If he can restore me, he can restore anybody. Oh hallelujah. നമുക്കാണ് പ്രായം പ്രശ്നം, ദൈവത്തിന് പ്രായം പ്രശ്നമല്ല. നമുക്കാണ് രോഗം പ്രശ്നം, ദൈവത്തിന് രോഗം പ്രശ്നമല്ല. അവന്റെ കൃപ നിന്നെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്താണ് സാധിക്കാത്തതെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. If his grace can save you, if his grace can save you from hell, can he not save you from anything? ബ്രൈസ് പറഞ്ഞ മെസ്സേജ് ഓർമ്മയുണ്ടോ? Sozo means healing. Sozo means deliverance. Sozo means protection from the enemy. ശത്രു നിന്റെ വീടിനെ ആക്രമിക്കുന്നുണ്ടോ? സംരക്ഷണയുണ്ടെന്നേ, കൃപയിൽ വരൂ. ഓ ഹല്ലേലൂയ. ഇന്ന് വരെ ബ്രൈസ് വായിച്ച വേറൊരു വാക്യമുണ്ട്. ഒരാൾ വിശ്വസിക്കുന്നത് എങ്ങനെയാ കേൾക്കാതെ, ഒരാൾ കേൾക്കുന്നത് എങ്ങനെയാ ഒരാൾ പറയാതെ, ഒരാൾ പറയുന്നത് എങ്ങനെയാ പോകാതെ, പോകുന്നത് എങ്ങനെയാ അയക്കാതെ. നിങ്ങൾ കേട്ടത് കൃപ രക്ഷയോടെ തീർന്നതാണെങ്കിൽ ഇന്ന് മാറ്റൂ. അത് മാത്രമല്ല കൃപ ചെയ്യുന്നത്, നിങ്ങളെ സഹായിക്കാൻ കൃപയ്ക്ക് കഴിയും. നിങ്ങളുടെ മനസ്സിന് ധൈര്യം പോയരുത്. ഇന്ന് തിരിച്ച് ധൈര്യം വരും. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഞാൻ ചോദിച്ചോട്ടെ, can I ask, if there's people here, if this is you, something happened some years ago, months ago, it created a fear in you. You're not confident of certain things. Otherwise you're a normal person, but certain things, it triggers fear in you. എല്ലാ കണ്ണുകളും അടച്ചേ ഒരു നിമിഷം. If that is you, can I see your hand up really fast? Oh hallelujah. കരങ്ങൾ താഴ്ത്തിയിട്ടേ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കരം ഉയർത്തിയവരുടെ മേൽ ദൈവത്തിന്റെ കരം വരണമേ. അവരെ ഭയപ്പെടുത്തി കളഞ്ഞ, ധൈര്യം ചോർത്തി കളഞ്ഞ ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ യേശുവിന്റെ നാമത്തിൽ പൊളിച്ചു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ പൊളിച്ചു കളയുന്നു. അവർ റെസ്റ്റോർഡ് ആകട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ. In the mighty name of the Lord Jesus, in the mighty name of the Lord Jesus. ഇപ്പോൾ മുതൽ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ മുതൽ അത് സംഭവിക്കട്ടെ. ആ ഹൃദയത്തിന്റെ മേൽ വന്ന ചേഞ്ച് റീമേക്ക് ആവട്ടെ, അത് തിരിഞ്ഞു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. We pray for fortification and restoration in the name of the Lord Jesus. Appa, we pray that you will do this. Oh rabadanagasya Today let's look to the Lord. കർത്താവിലേക്ക് നോക്കാം. നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് എവിടെയാണ്? Are you afraid of standing for the Lord in the midst of your friends? Are you worried about sharing the gospel at your workplace? Boldness can come to you. നിങ്ങൾക്ക് ഭാരമുള്ള വിഷയം ഏതാണ്? നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, സ്കില്ലില്ല, ഞാൻ കൊള്ളത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ ഏതാണ്? ഇന്ന് പകൽ God can impart a skill to you. ഇന്ന് പറയൂ, കർത്താവേ, I want it in the name of the Lord Jesus. It doesn't matter what skill it is, the Lord can impart it to you. Shakamana satenayadal. എന്നെ ഭാഷ പഠിപ്പിക്കാമെങ്കിൽ, ബെസലേലിനെ കല പഠിപ്പിക്കാമെങ്കിൽ, ടെക്നോളജി പഠിപ്പിക്കാമെങ്കിൽ, നിങ്ങളെ എന്തും ദൈവത്തിന് പകർന്നു തരാൻ കഴിയും. പറയൂ, കർത്താവേ, എനിക്ക് ഈ പോരായ്മയുണ്ട്, എന്നെ സഹായിക്കണം. വിശ്വാസത്താൽ അടുത്തു വരൂ. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരട്ടെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമർപ്പിക്കുന്ന അവിടുത്തെ മക്കൾ അവരിവിടെയാണോ, ഓൺലൈനിൽ ഞങ്ങളെ വീക്ഷിക്കുകയാണോ, എവിടെയാണോ അവരായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ദൂതന്മാർ വന്നു തുടങ്ങട്ടെ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സന്ദർശനങ്ങൾ ഉണ്ടാകട്ടെ. അതൽ മനാരികസി അതൽ കരാജഗനഘടകം രഗത്വിനെ ജഗൽഖന സംധേ രഗസി. ചില ബാറ്ററികൾ പോലെ അത് കുറെ നാളായി ഡെഡ് ആയി പോയിട്ട് ജമ്പ് ചെയ്യാൻ നോക്കിയിട്ട് ജമ്പ് ആവുന്നില്ല.
ഈ വചനം കേട്ടിട്ട് ചുമ്മാ ഒന്ന് അനങ്ങിയിട്ട് നിന്ന് പോവാ. അവരുടെ ഹൃദയത്തിന് പിടിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ അപ്പാ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ സന്ദർശനങ്ങൾ മഴ പോലെ പെയ്തിറങ്ങട്ടെ അപ്പാ. ഓ, ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അവൻ ദൈവിക സന്ദർശനങ്ങൾ ഉണ്ടാകട്ടെ. അവൻ മനസ്സുകൾ റീപ്രോഗ്രാംഡ് ആകട്ടെ. അവൻ areas where they are worried, അവൻ even though they hear a word, somehow their heart leaps at it and then falls back. It's not able to stay and receive that word and the deliverance. Today I pray in the name of the Lord Jesus that you will begin visiting them, Abba, and that they will begin to be transformed. കേടുകൾ മാറിപ്പോകട്ടെ. ശത്രു മനസ്സിന്റെ മേലും ശരീരത്തിന്റെ മേലും അസമയമായിട്ട കേടുകൾ ഇന്ന് പകൽ റിസ്റ്റോർഡ് ആയി തുടങ്ങട്ടെ അപ്പാ. അപ്പാ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കായുള്ളതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് പ്രതികൂലമായിട്ട് ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ലല്ലോ. അവിടുത്തെ കരത്തിന്റെ ബലം ഞങ്ങളിൽ കാണിക്കണമേ, വെളിപ്പെടുത്തണമേ. അവിടുത്തെ നാമത്തെ ഉയർത്തും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.